അന്ന് പ്രചാരത്തിൽ ഉള്ള ഏത് ആയുധവും കൈകാര്യം ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. യുദ്ധരംഗത്ത് തിളങ്ങി നിന്ന് കുതിരസവാരിയിൽ ഒന്നാമതായിരുന്നു. വാചാലതയായിരുന്നു മറ്റൊരു ഗുണം. ശുദ്ധമായ ഭാഷയിൽ നന്നായി സംസാരിക്കും. കേൾവിക്കാരുടെ മനസ്സിന്റെ അടിത്തട്ടിലേക്കിറങ്ങുന്ന വാക്കുകൾ. നല്ല ഗുസ്തിക്കാരനായിരുന്നു. എത്രയോ മല്ലന്മാരെ മലർത്തി അടിച്ചിട്ടുണ്ട് അദ്ദേഹം. എല്ലാ വംശപരമ്പരയെയും പഠിച്ചു വെച്ചിരുന്നു. ജാഹിലിയ കാലത്തു തന്നെ വലിയ സ്ഥാനം വഹിച്ചിരുന്നു. തർക്കങ്ങൾ തീർക്കുന്നതിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഴിവ് പ്രസിദ്ധമായിരുന്നു. കറുത്ത കുതിരപ്പുറത്ത് കയറി അതിവേഗം ഓടിച്ചു പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം മക്കക്കാരുടെ മനസ്സിൽ മായാതെ നിന്നു. ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്താൽ മക്കയിൽ നിരവധി ആളുകൾ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. പീഡനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഖുറൈശി കൂട്ടത്തിന്റെ ഗൗരവമുള്ള ചർച്ചാ വിഷയം ഇസ്ലാമിനെ എങ്ങനെ നശിപ്പിക്കാം, മുഹമ്മദിനെ എങ്ങനെ ഇല്ലാതാക്കാം. മുഹമ്മദ് ഇല്ലാതെയായാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷേ എങ്ങനെ? ധീരനായ ഉമർ ആ ദൗത്യം ഏറ്റെടുത്തു. ഈ വാളുകൊണ്ട് അവനെ ഞാൻ വധിക്കും. ഉമറിന്റെ പ്രഖ്യാപനം വാളും കൊണ്ടിറങ്ങി. ധൃതിയിൽ നടക്കുകയാണ് അദ്ദേഹം. വല്ലാത്ത ഗൗരവഭാവം. ആ പോക്ക് അത്ര പന്തിയല്ല. കണ്ടു നിന്നവർക്കെല്ലാം അത് തോന്നി.